അപ്പോൾ നമുക്ക് ചെറുപയർ തോരൻ വെച്ചാലോ. ചെറുപയറുണ്ടല്ല, ചെറുപയർ രാവിലെ വെള്ളത്തിലിട്ട് ഒരു 3/4 മണിക്കൂർ വരെയും കുതിർത്തി ഇല്ല 3/4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയാണ് കേട്ടോ. ഇത് വെന്തിട്ടുണ്ട്. നമുക്ക് ഇതും കൊണ്ട് ഒരു കറി വെക്കാം കേട്ടോ, ഒരു തേങ്ങാക്കറി വെക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ അതിന് വേണ്ടി ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ചൂടാവട്ടെ. അപ്പോൾ ഞാനിവിടെ തേങ്ങ കുറച്ച് തേങ്ങ, 2 ഉള്ളി, 2 പച്ചമുളക്, 2 വേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നുള്ളുപ്പ് ഇട്ടിട്ടാണ് ഞാനിത് അരച്ച് വെച്ചേക്കണേന് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത്രയും ഉണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ കറി. ചെറിയ പെട്ടെന്ന് ഒരു 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ആകാനുള്ളൂ. അപ്പോൾ ഞാൻ ഈ കുക്കറെന്ന് പറഞ്ഞാലേ ഒരു വലിയ വിസലും 2 ചെറിയ വിസലുമാണ് കേട്ടോ എടുത്തത്. നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് നല്ല ഫ്രഷായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ടേക്ക് ചൂടായി 2 മണിക്കാട്ട് കിട്ടും. ഇതാണ് കളറുണ്ട. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 മുറി തേങ്ങ, 2 ഉള്ളി, 2 പച്ചമുളക്, 2-3 വേപ്പില, കടുകും വേപ്പിലയും പൊട്ടിച്ച് അതിലൊട്ടിക്ക് ഞാൻ ചെറുപയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്തതല്ലേ. അപ്പോൾ ആദ്യം തേങ്ങ ഒഴിക്കരുത് കേട്ടോ. അതിലൊട്ടിക്ക് ഒരു തുള്ളി വെള്ളം ഒഴിക്കും, തുള്ളിയെ. അരപ്പിൽ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ പയർ ചൂടാൻ വെച്ചപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അല്ല, ഇതിലോട്ടിക്ക് നമുക്ക് നൊര പൊട്ടുമ്പോൾ തന്നെ എടുക്കണം കേട്ടോ. അരപ്പ് വയ്ക്കണേന്ന്. വേണമെങ്കിൽ നമുക്ക് കുറച്ച് നല്ല ജീരകമൊക്കെ ഇടാം കേട്ടോ. ഇത് പെരുജീരകമല്ല, ചെറിയ ജീരകം. അത് ഇട്ടിട്ടില്ല, എൻ്റെ ഇല്ല. അതിപ്പം സൂപ്പർ കറിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം. അറിയാൻ പാടില്ലാത്തത് വെക്കണം. എന്നിട്ടത് കമൻറ്റ് ഇടണം, ലൈക്ക് അടിക്കണം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടെ. ഇതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് ഉപ്പ് നോക്കണമല്ലോ. ഇത്തിരി പോരാ, ഇതിങ്ങനെ തന്നെ നിൽക്കണേ. ഇത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകരുത്. ഇത് നൊര പൊട്ടിക്കഴിയുമ്പോൾ അപ്പം തന്നെ ചെറുതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ് നൊര വരും കേട്ടോ. 1 മിനിറ്റ് മതി നമുക്ക്. പയർ വേകാനുള്ള 1 മിനിറ്റ്, ഇത് വെക്കാനുള്ള 1 മിനിറ്റ്, അത് മതി കേട്ടോ. രാവിലെയൊക്കെ കറി നമുക്ക് ചോറിന് കൊണ്ടുപോകാനും അല്ല. അതേ നൊര പൊട്ടണുണ്ട, നൊര പൊട്ടണുണ്ട്. ഈ നൊര പൊട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഉപ്പ് വേണം. അല്ലെങ്കിൽ എന്തെങ്കിലും അറിയാമോ, ഇതുണ്ട് തേങ്ങ പിരിഞ്ഞ് വരും. ഇതുണ്ട്. അപ്പം നമ്മുടെ ചെറുപയർ കറി തയ്യാർ കേട്ടോ. കേട്ടോ എല്ലാവരും. ഓക്കെ, ബൈ ബൈ. കണ്ട ചെറുപയർ കറി തയ്യാർ. നമുക്ക് കുറച്ച് മല്ലിച്ചീര ഇടാം കേട്ടോ. മല്ലിച്ചീര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിലെത്തിയിലിടും മല്ലിച്ചീര, വേപ്പില, എൻ്റെ കളണിയൻ. അധികമൊന്നും ഉപയോഗിക്കില്ല, ആവശ്യത്തിന് മാത്രം. ഓക്കെ.